ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പാലക്കും പരിപ്പും കൂടിയിട്ടുള്ള കറിയാണ് കേട്ടോ. അതിനായിട്ട് ഒരു കെട്ട് പാലക്ക കൂടെ നന്നാക്കി കഴുകി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ പരിപ്പ് ആദ്യം അടുപ്പത്തിടാന്ന് വിചാരിച്ചു. അപ്പം ഞാൻ സാമ്പാർ പരിപ്പില്ലേ, സാമ്പാർ പരിപ്പ് എടുത്താണ്, തോരപ്പരിപ്പ് കേട്ടോ. അതൊരു അരക്കപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകി കുക്കറിൽ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു വലിയ തക്കാളിയാണ് മുറിച്ചിട്ടത്. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നമ്മൾ അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൂട്ടാം. പരിപ്പിന് മുകളിൽ വെള്ളം നിൽക്കണം, അത്രയേ ഉള്ളൂ. എന്നിട്ട് അടച്ചിട്ട് 2 വിസിൽ കൊടുക്കുക. അപ്പോൾ ഞാൻ കുക്കർ അടുപ്പത്ത് വെക്കട്ടെ കേട്ടോ. ഇനി ആ പാലക്ക് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ പാലക്കെല്ലാം അരിഞ്ഞു വെച്ചു. അതിലേക്ക് 2 സവോളയും ഒരു 3 വലിയ വെളുത്തുള്ളിയും 2 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ചെറുതാണെങ്കിൽ ഒരു 3-4 എടുത്തോളൂ കേട്ടോ. അപ്പം ഞാൻ സവോള എല്ലാം അരിഞ്ഞു വെച്ചു, അതുപോലെ വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം അരിഞ്ഞു വെച്ചു. ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. അതിലേക്ക് ജീരകം ഇട്ട് കൊടുത്തു. പിന്നെ വെളുത്തുള്ളി അരിഞ്ഞതും പച്ചമുളകും ആദ്യം ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവോള ചേർത്ത് കൊടുത്തു. സവോള നന്നായിട്ട് വഴറ്റണം. അതിൻ്റെ പച്ചമണമൊക്കെ പോയി ഒരുവിധം ബ്രൗൺ ആവണം കേട്ടോ. അതുവരെ നല്ലോണം വഴറ്റുക. അപ്പോൾ ഒരു 2-3 മിനിറ്റ് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നല്ല മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ ആ മസാലയുടെ പച്ചമണം പോകുന്നവരെ നല്ലോണം ഇളക്കി മസാല മൂത്തതിന് ശേഷം നമ്മൾ പാലക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഒരു 2 പിടി പാലക്ക് ചേർത്ത് കൊടുത്തു. ചീഞ്ചട്ടി ചെറുതായതുകൊണ്ട് അത് നിറയണ്ടെന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ ഒന്ന് ഇളക്കുമ്പോൾ അതൊന്ന് വാടി വരുമല്ലോ. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് 2 മിനിറ്റ് ഞാൻ നല്ലോണം ഇളക്കിയപ്പോൾ അത് നല്ലോണം വാടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ബാക്കിയുള്ള പാലക്ക് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ള പാലക്കും നമ്മൾ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക. അപ്പോൾ നല്ലോണം വാടിയതിന് ശേഷം പിന്നെ നമുക്ക് വേവിച്ച് വെച്ച പരിപ്പ് ചേർക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുത്തപ്പോൾ നല്ലോണം വാടി വന്നു. അതിലേക്ക് ഞാൻ പരിപ്പും തക്കാളിയും കൂടി വേവിച്ച് വെച്ചുല്ലോ, അത് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അതൊന്ന് ഇളക്കിയതിന് ശേഷം അപ്പോൾ നന്നായി കുറുകി വരുമല്ലോ. ഒന്ന് നല്ലോണം ഇളക്കി ചേർത്തതിന് ശേഷം ഞാൻ നമ്മുടെ പാലക്കിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുക. ഈ സമയത്ത് കുറച്ച് ചാറ് വേണ്ടവർ കുറച്ച് ചൂടുവെള്ളം ചേർക്കാം കേട്ടോ. ഞാൻ പിന്നെ ചപ്പാത്തിക്കും കൂടി യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അധികം ചാറ് ചേർത്തില്ല, അധികം ചൂടുവെള്ളം ചേർത്തില്ല. ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് നല്ലോണം ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. അപ്പോൾ നമുക്കത് അടച്ച് വയ്ക്കാം. ഒരു 3-4 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. ഓൾറെഡി പാലൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2-3 മിനിറ്റും കൂടി നമുക്ക് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി കേട്ടോ. അപ്പോൾ നമ്മുടെ കറി തയ്യാറായി. നമുക്ക് വാങ്ങിയിട്ട് ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള കറിയാണ്, വളരെ സിമ്പിൾ കറിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക് യു.